ഒരു ഡാനിയൽ സെൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനായിട്ട് സിങ്ക് എന്ന് പറയുന്ന ഇലക്ട്രോഡിനെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചു. അത് നമ്മൾ ആനോഡായിട്ട് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ കാഥോഡായിട്ടും കൺസിഡർ ചെയ്തു. നമുക്ക് ജനറൽ ഒരു റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ബോർഡിൽ കാണുന്ന ഫിഗേഴ്സ് ഒന്ന് കൺസിഡർ ചെയ്യാം. അതിൽ ആദ്യത്തെ ഫിഗർ ഒന്ന് നോക്കൂ. നമുക്ക് കാണാം ഒരു മെറ്റൽ എം എന്ന് പറയുന്ന ഒരു മെറ്റൽ ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്? ഏത് മെറ്റലാണോ നമ്മൾ എടുക്കുന്നത് അതേ മെറ്റലിൻ്റെ തന്നെ അയോൺസ് ഉള്ള ഒരു സൊല്യൂഷനെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കേണ്ടത് എപ്പോഴും സെയിം മെറ്റൽ അയോൺസ് ഉള്ള സൊല്യൂഷൻസ് ആണ്. ഉദാഹരണത്തിന് സിങ്ക് ആണ് നമ്മുടെ മെറ്റലെങ്കിൽ സിങ്ക് അയോൺസ് ഉള്ള സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ് സൊല്യൂഷനൊക്കെ ഇലക്ട്രോലൈറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത്തരം ഇലക്ട്രോലൈറ്റുകളുടെ പ്രത്യേകത അതിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന് സിങ്ക് സൾഫേറ്റ് എടുത്ത് നോക്കൂ. സിങ്ക് സൾഫേറ്റിൽ Zn2+ അയോണുകളും SO4 2- അയോണുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആസ് എ ഹോൾ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ന്യൂട്രൽ. ഇത്തരത്തിൽ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റിലേക്കാണ് മെറ്റൽ ഡിപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഹാഫ് സെൽ ആനോഡിക് ഹാഫ് സെല്ലാണ്. ഈ ആനോഡിക് ഹാഫ് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്താണ്? ഓക്സിഡേഷൻ ആണ് അല്ലേ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷനാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ മെറ്റൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് Mn+ അയോണുകളായിട്ട് മാറുന്നു. ഓരോ മെറ്റലിനും വിട്ടുകൊടുക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ സിൽവർ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുള്ളൂ. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ അയോൺസ് ആയിട്ട് മാറുന്നു. എന്നാൽ സിൽവർ ആകട്ടെ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Ag+ അയോൺസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് M gives Mn+ n ഇലക്ട്രോൺ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓരോ മെറ്റലിൻ്റെയും റിയാക്ടിവിറ്റി അനുസരിച്ച് അവ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓരോ മെറ്റലിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന്. ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Mn+ അയോൺസ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന Mn+ അയോൺസ് മെറ്റൽ റോഡിൽ നിന്നും ഇലക്ട്രോലൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോലൈറ്റിലേക്ക് പോസിറ്റീവ് ചാർജുള്ള Mn+ അയോണുകൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഇലക്ട്രോലൈറ്റിൽ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. എന്നാൽ അതേസമയം ഫ്രീ ആക്കപ്പെട്ട ഇലക്ട്രോണുകൾ മെറ്റൽ റോഡിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മെറ്റൽ റോഡിൽ കൂടുതൽ അളവിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഒരു ഇൻ്റർഫേസിൻ്റെ അപ്പുറയും ഇപ്പുറയുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇഫ് 2 different charges are accumulated between the 2 sides of an interface, it develops a potential എന്ന്. ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇത്തരത്തിൽ ചാർജ് ഡിഫറൻസ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. The potential difference develops between the electrode and electrolyte is called potential difference. ഇവിടെ നമുക്കറിയാം ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മെറ്റൽ അയോണുകളായിട്ടും ഇലക്ട്രോണുമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ഓക്സിഡേഷൻ കാരണമാണ് ഇവിടെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി കാണും. എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും മനസ്സിലായി കാണും. ബോർഡിലുള്ള രണ്ടാമത്തെ ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യൂ. അതിലെന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഇത് ഒരു കാഥോഡിക് ഹാഫ് സെല്ലിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ റിപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഒരു മെറ്റൽ റോഡ് ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറ്റലിൻ്റെ സെയിം അയോണുകളുള്ള ഒരു ഇലക്ട്രോലൈറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ഇലക്ട്രോലൈറ്റിലുള്ള മെറ്റൽ അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് മെറ്റലായി മാറുന്നു. അതിനുശേഷം ഈ മെറ്റൽ റോഡിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. മെറ്റൽ അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് മെറ്റലായി മാറുകയും ഈ റോഡിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇവിടെ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്നത്? മെറ്റൽ അയോണുകളെ ഇലക്ട്രോണുകളെ സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇലക്ട്രോലൈറ്റിൽ കൂടുതൽ നെഗറ്റീവ് ചാർജുകൾ വന്ന് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം ഇവ മെറ്റലായി മാറി മെറ്റൽ റോഡിൽ അക്യുമുലേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് മെറ്റൽ റോഡിൽ നെഗറ്റീവ് ചാർജിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലായി കാണപ്പെടുന്നു. ഇവിടെയും ഒരു ഇൻ്റർഫേസിൻ്റെ അപ്പറേയും ഇപ്പറേയും എന്ത് കാണാം? ഒരു ചാർജ് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ചാർജ് ഡിഫറൻസ് ഈ ഒരു കേസിലും ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നത് റിഡക്ഷൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പൊട്ടൻഷ്യലിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ കണ്ടു ഒരു ആനോഡിക് റിയാക്ഷനിൽ അല്ലെങ്കിൽ ഒരു ആനോഡിക് സെല്ലിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു റിഡക്ഷൻ ഹാഫ് സെല്ലിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാവുന്നതാണ്. അപ്പം എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്സ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്സ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ സാധാരണയായിട്ട് ഇ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ട് രീതിയിൽ നമ്മൾ കണ്ടു, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ റിഡക്ഷൻ പൊട്ടൻഷ്യലും. എന്നാൽ സാധാരണയായി റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ടേംസിലാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അതായത് ഒരു മെറ്റലിനെ സംബന്ധിച്ച് അതിന് എത്ര ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ട എക്സാമ്പിൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആനോഡിക് ഹാഫ് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നു, അതുകൊണ്ട് തന്നെ അതിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണുള്ളത്. ഇതിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ടേംസിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നമുക്ക് പറയാം അതിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ് എന്ന്. അതുപോലെ കാഥോഡിക് ഹാഫ് സെല്ലിൻ്റെ കേസിലോ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിലും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിലും അവയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക റിഡക്ഷൻ പൊട്ടൻഷ്യൽ ടേംസിലാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. പല ടെക്സ്റ്റ് ബുക്കുകളിലും പല റെഫറൻസ് ബുക്കുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന്. അപ്പം എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലായല്ലോ. അപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്തത് നമ്മൾ കണ്ടു. ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്ത സൊല്യൂഷൻസിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എങ്ങനെയാണ് നമ്മൾ അവയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്തത്? ഒരു മെറ്റൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള സൊല്യൂഷനുകളെ രണ്ട് ഹാഫ് സെല്ലുകളായിട്ട് കൺസിഡർ ചെയ്യാം, ആനോഡിക് ഹാഫ് സെല്ലും കാഥോഡിക് ഹാഫ് സെല്ലും. ഇനി ഇത്തരം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുമ്പോൾ അതിലെ അയോണുകളുടെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ മെഷർ ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. When the concentration of all species involved in the half cell is unity, the electrode potential is called standard electrode potential അല്ലെങ്കിൽ E0 എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് E0? When the concentration of all species involved in a half cell is unity,
the electrode potential is called standard half cell. ഏതൊരു ഹാഫ് സെൽ കൺസിഡർ ചെയ്യുമ്പോഴും അതിലുള്ള കമ്പോണൻസിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണെങ്കിൽ അഥവാ ഒന്നാണെങ്കിൽ അത്തരം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇതിനെ E0 എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച ഡാനിയൽ സെല്ലിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഡാനിയൽ സെല്ലിൽ 2 ഹാഫ് സെൽസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ 2 ഹാഫ് സെല്ലിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് സെൽ പൊട്ടൻഷ്യൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കണ്ടു ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. എന്താണ് ഈ സെൽ പൊട്ടൻഷ്യൽ? The potential difference between the two electrodes of a galvanic cell is called cell potential. ഒരു സെല്ലിലുള്ള 2 ഹാഫ് സെൽ ഉണ്ട്. ഈ 2 ഹാഫ് സെല്ലും ഓരോ ഇലക്ട്രോഡുകളുണ്ട്. ഈ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യലിൽ വരുന്ന ഡിഫറൻസിനെയാണ് സാധാരണയായിട്ട് സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സെൽ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് വോൾട്ട് ആണ്. സെൽ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് വോൾട്ട് ആണ്. ഇത് ക്യാപിറ്റൽ V എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡാനിയൽ സെല്ലിൽ ഇലക്ട്രോണുകൾ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു ഫോഴ്സ് ഇല്ലാതെ ഒരു ഭാഗത്തു നിന്നും ഇലക്ട്രോണുകൾ അടുത്തൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇവിടെ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇലക്ട്രോണുകളെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ കാരണമായ ഫോഴ്സിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഇലക്ട്രോണുകൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആനോഡിൽ നിന്നും അല്ലെങ്കിൽ ആനോഡിക് ഹാഫ് സെല്ലിൽ നിന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ കാഥോഡിക് ഹാഫ് സെല്ലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഗാൽവാനിക് സെല്ലിലെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 2 ഹാഫ് സെല്ലുകൾ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു ആനോഡിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, എന്നാൽ കാഥോഡിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യലിനെ E സെൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ E സെൽ ഈസ് ഈക്വൽ ടു E റൈറ്റ് മൈനസ് E ലെഫ്റ്റ് എന്ന് കണക്കാക്കാം. എന്താണ് E റൈറ്റ് എന്ന് പറയുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് റൈറ്റ് സൈഡിലെ ഇലക്ട്രോഡ്. ഏതാണ് റൈറ്റ് സൈഡിലെ ഇലക്ട്രോഡ്? കാഥോഡാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ കാഥോഡ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഇലക്ട്രോഡ്. ലെഫ്റ്റ് സൈഡിലെ ഇലക്ട്രോഡ് ഏതാണ്? ആനോഡാണ്. ഈ ആനോഡ് കാഥോഡും ആനോഡും തമ്മിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. E സെൽ ഈസ് ഈക്വൽ ടു E റൈറ്റ് മൈനസ് E ലെഫ്റ്റ് അല്ലെങ്കിൽ E കാഥോഡ് മൈനസ് E ആനോഡ് എന്ന് സൂചിപ്പിക്കാം. ഡാനിയൽ സെല്ലിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കണ്ടു ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ല് കൺസ്ട്രക്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഒരു ഗാൽവാനിക് സെൽ ആയിട്ടുള്ള ഡാനിയൽ സെല്ലിനെ കൺസ്ട്രക്റ്റ് ചെയ്യുക എങ്ങനെയാണെന്നും അതിൻ്റെ EMF സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാം വളരെ പ്രധാനപ്പെട്ടതും പിന്നീട് ഇനിയും നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ളതുമായിട്ടുള്ള പോർഷൻസാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കണം. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കാം. കോപ്പർ ആനോഡും സിൽവർ കാഥോഡുമായിട്ടുള്ള ഒരു സെല്ലിൻ്റെ റിയാക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ കാണാം Cu സോളിഡ് പ്ലസ് 2Ag പ്ലസ് aqueous gives Cu2 പ്ലസ് aqueous പ്ലസ് 2Ag സോളിഡ് എന്ന്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ കോപ്പർ ആനോഡാണ്, അതോടൊപ്പം തന്നെ സിൽവർ കാഥോഡാണ്.
ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം Cu solid gives Cu2++ 2 ഇലക്ട്രോൺ എന്ന്. അതുപോലെ തന്നെ കാഥോഡിലെ റിയാക്ഷൻ റിഡക്ഷൻ ആയതുകൊണ്ട് സിൽവറിൽ നടക്കുന്ന റിഡക്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 2Ag + aqueous + 2 ഇലക്ട്രോൺസ് gives 2Ag. ഇവിടെ നമുക്ക് കാണാൻ കഴിയും കോപ്പർ വിട്ടുകൊടുത്തിട്ടുള്ള 2 ഇലക്ട്രോണുകളാണ്. എന്നാൽ സിൽവറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഒരു സിൽവറിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ട് സിൽവർ അയോണുകൾ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് 2 സിൽവർ ആറ്റം ആയിട്ട് മാറുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ റിയാക്ഷൻസ് നടക്കുന്ന ഒരു സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആനോഡിനെ ആദ്യം റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു, പിന്നെ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ കാഥോഡിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത്? Cu സോളിഡ് ബാർ, Cu2+ aqueous, ഡബിൾ ബാർ അതായത് സോൾട്ട് ബ്രിഡ്ജ്, Ag + aqueous ബാർ Ag സോളിഡ്. ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഒരു സെല്ലിൻ്റെ ഇ സെൽ അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അതുമല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇ സെൽ ഈസ് ഈക്വൽ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഇ റൈറ്റ് എന്ന് പറയുന്നത് കാഥോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഇ ഓഫ് Ag + ബാർ Ag മൈനസ് ഇ ഓഫ് Cu2+ ബാർ Cu. ഇത്തരത്തിൽ 2 ഇലക്ട്രോഡുകളുടെ EMF അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ നമുക്ക് ഒരു സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.